മസനഗുഡിയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ പറഞ്ഞത് മുതുമല. അവിടെ തെപ്പേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിൻ്റെ റിസപ്ഷൻ സെൻ്ററൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ അത് 5 മണി വരെയാണ് ലാസ്റ്റ് ബസ് അവിടുന്ന് ഈ ട്രക്ക് പോണത്, നമ്മുടെ ട്രക്കിങ്ങിന്. അപ്പോൾ ഏതാണ്ട് ഒരു 4 മണിയോടുകൂടി നമ്മളെത്തി. അന്ന് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അവിടുന്ന് വളരെ പ്രയാസപ്പെട്ട് തന്നെ ടിക്കറ്റൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇതാണ് ആ റിസപ്ഷൻ സെൻറ്ററുകളൊക്കെ. അവിടെ നല്ല പുൽമൈതാനവും നല്ല കാഴ്ചയ്ക്ക് അധികം മനോഹരമാണ് കേട്ടോ ഈ സ്ഥലം. കണ്ട ആ റിസപ്ഷൻ സെൻറ്റർ, അവിടെ സൂപ്പർ ചായ കിട്ടും. 20 രൂപയുടെ ചാർജ്. ഇപ്പോൾ ഈ ബോർഡ് കാണുന്നതെന്ന് വെച്ചാൽ ഇവിടെ ടൈഗർ എന്ന് കണ്ടു, ആന എന്ന് കണ്ടു, അങ്ങനെ ഓരോ സാധനങ്ങൾ എന്തും കണ്ടു എന്നുള്ള ബോർഡാണ് എഴുതി വെച്ചാണ്. ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ ഒരു 3 ദിവസം മുന്നേ ടൈഗറെ കണ്ടു എന്നാണ് അവർ പറയണത്. അപ്പോൾ ഇതിൻ്റെ ഗാർഡൻ സെറ്റപ്പൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിലാണ്, റിസപ്ഷനിലാണ്. ഇവിടെ നിന്നാണ് ട്രക്കിങ്ങിന് പോവുക. ഇതാണ് നീണ്ട ക്യൂ ഒക്കെ നമ്മളവിടെ നിന്ന്. അപ്പോൾ നമ്മുടെ ബേബിച്ചേട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി. നമ്മളവിടെ ഫോട്ടോ ഒക്കെ എടുത്തു നിന്നു ഇതിൻ്റെ മുന്നിൽ. അപ്പോൾ ധാരാളം ആൾക്കാരുണ്ട്, അപ്പോൾ ക്യൂ ഉണ്ട്. അപ്പോൾ ഇത് കാഴ്ച കണ്ട് നമ്മളിത് നിൽക്കുമ്പോഴേക്കും നമുക്ക് ടിക്കറ്റ് കിട്ടി. അപ്പോൾ തന്നെ ഒരു സമാധാനമായി. 25 പേരാണ് ഈ ട്രക്കിങ്ങിൽ ഈ ടെമ്പോയിൽ പോവുക. ഒരു ടെമ്പോ, ഒരു ചെറിയൊരു ടെമ്പോ, 25 പേർക്ക് പോകാവുന്ന ഒരു ടെമ്പോ ആണ്. അപ്പോൾ അതിൽ നമ്മളങ്ങോട്ട് പോകുമ്പോഴേക്കും, നമ്മളങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോഴേക്കും അവർ കുറച്ച് പോയതിന് ശേഷം അവർ നിർത്തും വണ്ടി. എന്നിട്ട് പറയും, ഇനി നിങ്ങൾ മൃഗങ്ങളെ കാണാൻ പോകണം. അപ്പോൾ ഏതെങ്കിലും മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വലിയ ഒച്ചയും ബഹളമൊന്നും എടുക്കാൻ പാടില്ല, വളരെ സൈലൻ്റായിട്ടിരിക്കണം. ഈ മൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ യാതൊരു വക പ്രകോപനങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് ഒക്കെ നമ്മൾ കുറച്ചൊക്കെ സ്റ്റഡി ക്ലാസ്സൊക്കെ തന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വ്യസനമായി, ഇനി പുലി വരുമോ, ആന വരുമോ, ഇനി അങ്ങനെ വരുമെന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പോണ വഴിയിൽ അങ്ങനെ കാണാനില്ല. ഇപ്പോൾ കുറച്ച് മാനുകളുണ്ട്, മയിലുകളുണ്ട്. ഇപ്പം മയിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമുക്ക് കാണാൻ വലിയ കൗതുകമായിരുന്നു. ഇപ്പം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ കാലത്ത് തന്നെ ഒരു 10 മൈൽ 15 മൈലൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യണം. അവർ ഭയങ്കര ഒച്ചയൊക്കെ എടുത്തിട്ട്. അപ്പോൾ നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഓരോ സീറ്റ് നമ്പർ നമുക്ക് തന്നു. എനിക്ക് ഭാഗ്യം കൊണ്ട് ഒരു സൈഡിൽ കിട്ടി. അപ്പോൾ ക്യാമറ ഒക്കെ പിടിക്കാനുള്ളൊരു സുഖമൊക്കെ ഉണ്ട്. പക്ഷെ ആ മുന്നിൽ നിൽക്കണ തൊപ്പി വെച്ചാൽ ഇത് ഇക്കാനൊക്കെ ഉണ്ട്. അവർ ശരിക്കും അവരാണ് നമ്മളെ പറ്റിച്ചിട്ട് മുന്നിൽ കയറി. അവർക്കൊരു 5 ടിക്കറ്റ് ഉണ്ടായി. ഭാഗ്യം കൊണ്ട് കുറച്ചും കൂടി ടിക്കറ്റ് ഉണ്ടായിരുന്ന കാരണം നമുക്കൊരു 22 അങ്ങാണ്ടാണ്, 19, 20, 21 കിട്ടിയത്. അത് ചിലപ്പോൾ കിട്ടില്ല. അത് ചായ കുടിക്കാൻ ഗ്ലാസ് തിരിച്ചു കൊടുക്കാൻ പോയപ്പോഴാണ് നമ്മുടെ ക്യൂ മാറിപ്പോയത്. അപ്പോൾ ഇത് ഒരു ഹൈവേ പോലത്തെ റോഡാണ്. ഹൈവേ അല്ല, ഒരു നല്ല റോഡാണ്. അപ്പോൾ അതാണ് ഇത്രയും സ്പീഡിൽ പോകണത്. ഇത് കാടിൻ്റെ ഉള്ളിലായിട്ടില്ല. ഇപ്പം നമ്മൾ സാധാരണ ഒരു കോമൺ റോഡ്, മെയിൻ റോഡാണ്. ഇവിടെ ഒന്നും ട്രക്കിംഗ് അല്ല, ഇതൊക്കെ നമ്മൾ അവിടേക്ക് പോകാനുള്ള വഴിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല കാഴ്ചകളുണ്ട്, മരങ്ങളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അവർ പറയും നമ്മൾ എവിടേക്കാണ് പോണതെന്ന് പറയും. അപ്പോൾ ഇവിടെ ഇതിനോടൊപ്പം തന്നെ ബസ് റൂട്ടാണിത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ ആയിരിക്കും നമുക്ക് ഈ മൃഗങ്ങളെ കാണാൻ പറ്റാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മൃഗങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇവിടെ കണ്ട, ഇവിടെയാണ് നമ്മൾ കാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ടാറിങ് റോഡല്ല, വെറുതെ മെറ്റലും കല്ലും കുഴിയൊക്കെ ഉള്ള റോഡാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് ആൾ ഇൻസ്ട്രക്ഷൻ തരുന്നത്. നിങ്ങൾ മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഒച്ചെടുക്കാൻ പാടില്ല, ബഹളം എടുക്കാൻ പാടില്ല, അവർക്ക് യാതൊരു വക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ ആൾ നമ്മളെ പേടിപ്പിച്ച്. നമ്മൾ സാധാരണ പോലെ തന്നെ ഇരുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് പതുക്കെ കാഴ്ചകൾ വരാണ്. അപ്പോൾ കാഴ്ചകൾ നിങ്ങൾ കണ്ടു നോക്കൂ. കുഴപ്പമില്ല, ഇപ്പോൾ അന്തരീക്ഷം തന്നെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് ഏതാണ്ട് നമുക്ക് കിട്ടിയതൊരു 4:30 കൂടിയുള്ള ട്രക്കിലാണ് കിട്ടിയത്.
അപ്പോഴാണെങ്കിൽ നമുക്ക് ഈ 4:30 കയറി കഴിഞ്ഞാൽ 6 മണിക്ക് അവിടെ ആനയ്ക്ക് ഒരു ക്യാമ്പിൽ ആനയ്ക്ക് ഊട്ട് കൊടുക്കുന്നുണ്ട്. അത് 6 മണിക്കാണ് പ്രവേശനം. അത് കഴിഞ്ഞാൽ 6:30 തീരം ചെയ്യും. അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഫുൾ പാക്കായി. അപ്പോൾ നമ്മൾ കാലത്ത് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇത് കണ്ടു. അപ്പോൾ ട്രക്കിങ്ങിന് നമ്മൾ എന്തോ നമുക്ക് ട്രക്കിങ്ങിന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ 340 രൂപയുണ്ട്. ട്രക്കിങ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതറിയില്ല. കണ്ടു കഴിഞ്ഞാൽ ഇത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നും. കണ്ട മാനുകളൊക്കെ അവിടെ കിടക്കണത്. ഇത് ഒരു വളർത്തണതാണോ എന്തോ കുഴപ്പമില്ല. ഐറ്റങ്ങളൊക്കെ ഇങ്ങനെ നോക്കണ്ട്. അപ്പോൾ വണ്ടി അയാൾ നിർത്തി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ ഈ ആനൂട്ടിനും കൂടി നമുക്ക് സംബന്ധിക്കണം എന്നുള്ള രീതിയിലാണ് പോണത്. അപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറാണ് ഇവർ നമ്മളെ കാട്ടിക്കൂടെയൊക്കെ കൊണ്ടുപോകുള്ളൂ. പണ്ട് കാലത്ത് ഈ ഞാൻ കേട്ടേക്കണത്, ഞാൻ ഒരു 20 കൊല്ലം മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ കേട്ടേക്കണത് ഈ ആനയുടെ മുകളിൽ കട്ടിൽ കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ രാജസ്ഥാനിലൊക്കെ പോകണം ഇരുന്നിട്ട് 3-4 ആൾ കൂടി പോണതാണ് കണ്ടത്. അങ്ങനെ അന്ന് ഈ വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് നമുക്ക് പോകാൻ പറ്റിയില്ല. കാരണം തിരക്ക് പിടിച്ച് വരായിരുന്നു. നമ്മൾ ഊട്ടിയിൽ നിന്ന് വെറുതെ ഒരു സ്റ്റൈലിന് നമ്മൾ ഒരു കാറുണ്ടായിരുന്നു. അപ്പോൾ മസനഗുഡി കൂടി പോവാം എന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോൾ പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ മസനഗുഡിയിലാണ് ഒരു ബീവറേജസ്, അവിടെ ഈ ബ്രാൻഡി ഷോപ്പുകളുണ്ട്, കണ്ടമാനം ബ്രാൻഡി ഷോപ്പുകളുണ്ടായിരുന്നു. അതിൻ്റെ മാനേജർ നമ്മുടെ കൂടെ വന്ന ആളുടെ ബ്രദറാണ്. അപ്പോൾ ആൾ ആ വഴിക്ക് വന്നു. ആൾ ഫുൾ ജീപ്പിലാണ് അവിടെയൊക്കെ സഞ്ചാരം. അപ്പോൾ നമ്മളവിടെ ചെന്നു, ആളുടെ കൂടെ നിന്നു. ആളിങ്ങനെ ഓരോ ബ്രാൻഡി ഷോപ്പുകൾ ഇഷ്ടംപോലെ, പെട്ടിക്കടകൾ പോലെയാണ് അന്ന് ബ്രാൻഡി ഷോപ്പുകൾ. അപ്പോൾ നമ്മൾ കാലത്ത് അവിടെ എത്തി. ഒരു കാലത്തല്ല, വൈകുന്നേരത്തോടു കൂടി എത്തി എന്നാണ്. വൈകുന്നേരത്തോടു കൂടി എത്തി. അങ്ങനെ ഈ മുതുമല ഈ ടൈഗർ ക്യാമ്പുണ്ട്, ടൈഗർ റിസർവ് ഫോറസ്റ്റും ഉണ്ട്, ഈ എലഫൻറ്റ് ക്യാമ്പുണ്ട്. അവിടേക്കും നമ്മൾ വൈകുന്നേരമായപ്പോൾ പോയി. അവിടെ ചെന്നപ്പോൾ റൂമൊന്നും കിട്ടാനില്ല, ആകെ ആരുമില്ല. അപ്പോഴാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു എന്താ പറയുക ഡോർമെട്രി ഉണ്ട്. അന്ന് ആ ഡോർമെട്രിക്ക് ഒരാൾക്ക് ചാർജ് 2 രൂപയാണ്. അപ്പോൾ നമ്മൾ ആ ഡോർമെട്രിയിൽ ബുക്ക് ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് വലിയതൊന്നുമില്ല, ഓരോ കട്ടിലുകൾ മാത്രമേ ഉള്ളൂ, ഒരു ചെറിയൊരു കിടക്കാൻ, വേറെ ഒരു സൗകര്യവുമില്ല. ബാത്റൂമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അല്ലാണ്ട് ഒരു കോമൺ ഒരു ക്യാമ്പിൽ കിടക്കണ പോലെയാണ് നമ്മളന്ന് അത് ചെയ്തത്. അങ്ങനെ നമ്മളവിടെ ചെന്ന്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കാഴ്ചകളൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ജീപ്പുകാരനെ വിളിച്ച് അങ്ങ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ ഒരു മലയിലൊരു ഉത്സവം നടക്കുന്നുണ്ടായി. അവിടെ പോയി കണ്ടു. അപ്പോൾ അവിടെ ഈ നമുക്ക് തോന്നുന്നു അവർ ഈ ആദിവാസികളെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഉത്സവമായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു കാട്ടുപോത്തിനൊക്കെ കണ്ടു. ഇത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങൾ കിടക്കാൻ തുടങ്ങി. ഒരു 12 മണി 1 മണിയായപ്പോഴേക്കും ആനകൾ ഈ റിസോർട്ട്, ഈ നമ്മുടെ ഡോർമെറ്ററിയുടെ ചുറ്റും, അത് ഡോർമെറ്ററി ഒരു പുഴയുടെ തീരത്ത് പോലെയാണ്. അപ്പോൾ അവിടെ വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട്. ഒക്കെ ഇങ്ങനെ ജനലയുടെ അടുത്ത് വന്ന് നിൽക്കും. നമ്മുടെ ഡോർമെറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മിണ്ടാണ്ട് ശ്വാസം പിടിക്കാണ്ടൊക്കെ നിന്ന് ഒരു കൂട്ടം ആനകൾ വന്ന്. അങ്ങനെ ഐറ്റങ്ങൾ അത് പോയി. പിന്നെ കിടന്ന് അപ്പം നേരം വെളുത്ത് എഴുന്നേറ്റ് അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, നല്ല മസാല ദോശയൊക്കെ അടിച്ച് ഞങ്ങൾ കാലത്ത് തന്നെ അവിടെ നിന്ന് വിട്ടു. വേറെ ഈ ആനയുടെ പുറത്ത് കയറാനൊന്നും നമ്മൾ നിന്നില്ല, നേരം ഉണ്ടായിരുന്നില്ല. അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ നമ്മുടെ കാർ അവിടെ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. ഇത് കണ്ട, ഈ ആനേനെ കണ്ട, അത് വളർത്തണാവോ എന്താണാവോ, ഇത് വലിയ ശല്യമൊന്നും ചെയ്തില്ല. നമ്മുടെ മുന്നിൽ പോണ വണ്ടിയുടെ തൊട്ടടുത്ത് കൂടെ തന്നെ പോയി. നമ്മൾ കുറച്ച് വന്നപ്പോഴേക്കും അവന് കാട്ടിൽ നിന്ന് പിണങ്ങി നമ്മുടെ പിന്നാലെ നിൽക്കാണ്ട് അങ്ങനെ കാട്ടിലേക്ക് പോയി. അപ്പം നമ്മുടെ കാർ അവിടെ വെച്ച് ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. അപ്പം നമ്മൾ അവിടെ നിന്ന് വന്നത് ബസ്സിന് വന്നേ. അപ്പം നേരത്തെ ബസ്സിന് വന്നപ്പോൾ ഗൂഡല്ലൂർക്ക് ബസ് കിട്ടി. ഗൂഡല്ലൂരിൽ നിന്ന് സുൽത്താൻ ബത്തേരിയോ ആ വഴിക്കൊക്കെ പോയി കറങ്ങി തിരിഞ്ഞിട്ടാണ് ഞങ്ങൾ അന്ന് മസനഗുഡിയിൽ പോയത്. അപ്പോൾ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ മസനഗുഡി യാത്ര എന്ന് പറയുന്നത് ആകെ കുളമായി. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പിന്നെ മിഥുൻ ചക്രവർത്തിയുടെ വലിയൊരു സ്റ്റാർ ഹോട്ടലും കണ്ട്. സ്റ്റാറാണോ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഹോട്ടലുണ്ട്. അതിൻ്റെ മുന്നിലൊക്കെ പോയി ഒക്കെ നിന്ന്. പിന്നെ അധികം കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ഈ തവണ പോയപ്പോഴാണ് നമ്മളത് ഒരു എക്സ്പ്ലോർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ കുഴപ്പമില്ല, പിള്ളേരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് 41 വയസ്സ്, ഒരാൾക്ക് ഒരു 50 വയസ്സ്. എനിക്ക് ഞാൻ ഏതാണ്ട് ചെറുപ്പക്കാരനാണെന്ന് തോന്നുന്നത്. ഏതാണ്ട് 70 വയസ്സിൻ്റെ അടുത്തോടെ എത്തണുള്ളൂ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്.
ആ ഫോട്ടോയിൽ കാണാട്ടോ, ആ ചെറുത് പൊക്കം കുറഞ്ഞിട്ട് ഞാൻ. ഇതാണ് ആനകുട്ടീൻ്റെ സ്ഥലം. ഞങ്ങൾ ഓടി കയറിയതാണ്. ശരിക്ക് ആ പണിക്കാർ പറഞ്ഞു നിങ്ങൾക്ക് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നിൽ കൂടെ കയറ്റി വിട്ടെ. അങ്ങനെ പിന്നിൽ കൂടെ കയറി അവിടെ ചെന്ന്. അപ്പോൾ ടിക്കറ്റൊക്കെ മറ്റേ ട്രക്കിങ്ങിൻ്റെ ടിക്കറ്റ് തന്നെ മതി ഇതിനും. അപ്പോൾ അതിലെ ഈ സെക്യൂരിറ്റി കുറേ ആൾക്കാർ ഓടിയിട്ട് വന്നു, നിങ്ങൾ എങ്ങനെ ടിക്കറ്റ് എടുത്തു അതൊന്നു. ഞങ്ങൾ നേരെ ആനയുടെ അടുത്ത് പോയി. ബേബിച്ചേട്ടനെ അവരേതാണ്ടൊക്കെ ചോദിക്കണ്ടേ. അങ്ങനെ ഇത് കണ്ട ശർക്കരയും ഏതാണ്ട് കരിമ്പോ ഏതാണ്ട് കൂടി അരച്ച് ഇങ്ങനെ ആനയ്ക്ക് കൊടുക്കും. എന്താണ് ഇവരുടെ ഇത് ഒരു കണ്ടമാനം ആനകളുണ്ടാവും. ഇപ്പോൾ ഏറ്റവും അവസാന നിമിഷമായ കാരണം ഒരു ആന ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞ വഴി ആ ആനകൾ പോണ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഭാഗ്യത്തിന് അത് കാണാൻ പറ്റി. ഇനി തൊപ്പക്കാട് ആ ജംഗ്ഷനിൽ വന്ന് നമ്മൾ മസരകുടിക്കുള്ള ജീപ്പും കാത്തുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ.